പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൺഗൈഡഡ് മീഡിയയുടെ ഒരു പാർട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് സാറ്റലൈറ്റ് മൈക്രോവേവ് ട്രാൻസ്മിഷനെ കുറിച്ചാണ്. എ സാറ്റലൈറ്റ് ഈസ് എ ഫിസിക്കൽ ഒബ്ജക്റ്റ് ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത് അറ്റ് എ നോൺ ഹൈറ്റ്. അതായത് ഒരു നിശ്ചിത ഉയരത്തിൽ എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റാണ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ റിലയബിൾ ആണ്, അതുപോലെ തന്നെ ഫിസിബിളുമാണ് കമ്പയർ ടു കേബിൾ ആൻഡ് ഫൈബർ ഒപ്റ്റിക് സിസ്റ്റം. അവയുടെ പോരായ്മയൊക്കെ നേരിടുന്നതാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി പോയിന്റ് ഓഫ് ഗ്ലോബൽ ബൈ യൂസിങ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഭൂഗോളത്തിൻ്റെ എവിടെ നിന്നും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. കടലിലേക്ക് മത്സ്യം പിടിക്കാൻ പോകുന്ന ഫിഷർമാനൊക്കെ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്. ടെറസ്ട്രിയൽ മൈക്രോവേവിൻ്റെ അവസാനമായി പറഞ്ഞു നിർത്തിയ പോരായ്മയ്ക്കുള്ള പ്രതിനിധിയായി ഈ പോയിന്റ് നമുക്ക് വിലയിരുത്താം. തുടർന്ന് സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ വിശദീകരിക്കാം. ദി സാറ്റലൈറ്റ് അക്സെപ്റ്റ് ദി സിഗ്നൽസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദി എർത്ത് സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് ആംപ്ലിഫൈ ദി സിഗ്നൽസ് ഈസ് റീട്രാൻസ്മിറ്റ് ടു അനദർ എർത്ത് സ്റ്റേഷൻ. അതായത് ഈ ഡയഗ്രാം തന്നെ നോക്കിയേ, എർത്തിൽ നിന്നും അപ്ലിങ്ക് സ്റ്റേഷൻ എന്നൊരു ഡിസ്ക് ഉണ്ടാവും. അത് സാറ്റലൈറ്റിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് സാറ്റലൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു എർത്തിലെ ഡിസ്കായ ഡൗൺലിങ്ക് സ്റ്റേഷനിലേക്ക്. ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് അടിസ്ഥാനപരമായ ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള മൈക്രോവേവ് റിലേ സ്റ്റേഷനാണ്. രണ്ടോ അതിലധികമോ ഗ്രൗണ്ട് ബേസ്ഡ് മൈക്രോവേവ് ട്രാൻസ്മിറ്റർ റിസീവർ ലിങ്ക് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ആയതിനാൽ തന്നെ ഇവ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ എന്നും അറിയപ്പെടുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് ഭൂമിക്ക് മുകളിലെ അതിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അത് നിശ്ചലമായി തുടരേണ്ടത് ആവശ്യമാണ്. അല്ലാത്തപക്ഷം അത് എല്ലാ സമയത്തും അതിൻ്റെ ഭ്രമനിലകളുടെ ലൈൻ ടു സൈറ്റ് പരിധിയിൽ വരില്ല. നിശ്ചലമായി തുടരാൻ ഉപഗ്രഹത്തിന് സാറ്റലൈറ്റിന് ഭൂമിയുടെ ഭ്രമണ കാലഘട്ടത്തിന് തുല്യമായ ഭ്രമണ കാലയളവ് ഉണ്ടായിരിക്കണം. 35,784 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ പരിക്രമണ പാതം അല്ലെങ്കിൽ ഓർബിറ്റ് പൊതുവെ ജിയോസിൻക്രണസ് ഓർബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ജിയോസിൻക്രണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിശ്ചലമായി തുടരുന്നു, എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്ത് നിലകൊള്ളുന്നു. ഇത് ഒരു ഗ്രൂപ്പ് സ്റ്റേഷനെ അതിൻ്റെ ആൻറ്റിനയെ ആകാശത്തിലെ ഒരു നിശ്ചിത പോയിന്റിൽ ലക്ഷ്യമിടാൻ അനുവദിക്കുന്നു. ഓരോ സാറ്റലൈറ്റിനും ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ പകുതിയിൽ താഴെയുള്ള സിഗ്നലുകൾ സ്വീകരിക്കാനും വീണ്ടും കൈമാറാനും കഴിയും. അതിനാൽ തന്നെ ലോകമെമ്പാടും ഡാറ്റ സേവനങ്ങൾ നൽകുന്നതിന് ജിയോസിൻക്രണസ് ഭ്രമണപഥത്തിൽ കുറഞ്ഞത് 3 സാറ്റലൈറ്റെങ്കിലും ആവശ്യമാണ്. 100 കണക്കിന് സാറ്റലൈറ്റുകൾ ഇപ്പോൾ ജിയോസിൻക്രണസ് ഭ്രമണപഥത്തിലാണ്. അന്തർദേശീയവും ആഭ്യന്തരവുമായ ഡാറ്റ, വോയിസ്, വീഡിയോ ആശയവിനിമയം എന്നിവ കൈകാര്യം ചെയ്യാൻ ഇൻസ്റ്റാൻറ്റ് ശ്രേണിയിലുള്ള ഇന്ത്യൻ സാറ്റലൈറ്റ് ബഹിരാകാശത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏത് സ്ഥലത്തു നിന്നും ആക്സസ് ചെയ്യാവുന്ന വിധത്തിലാണ്. സാറ്റലൈറ്റ് ട്രാൻസ്മിഷനുള്ള ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി ശ്രേണി 1 മുതൽ 10 GHz വരെയാണ്. പോയിന്റ് ടു പോയിന്റ് സേവനം നൽകുന്ന ഭൂരിഭാഗം സാറ്റലൈറ്റുകളും ഭൂമിയിൽ നിന്നും സാറ്റലൈറ്റിലേക്കുള്ള ട്രാൻസ്മിഷന് 5.925 മുതൽ 6.425 GHz വരെയുള്ള ഫ്രീക്വൻസി ബാൻഡ് വിത്തും സാറ്റലൈറ്റിൽ നിന്നും ഭൂമിയിലേക്ക് ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് 3.7 മുതൽ 4.2 GHz വരെയുള്ള ബാൻഡ് വിത്തും ഉപയോഗിക്കുന്നു. ഈ കോമ്പിനേഷനെ 4/6 ബാൻഡ് അല്ലെങ്കിൽ സി ബാൻഡ് എന്ന് വിളിക്കുന്നു. ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നലുകൾ സാറ്റലൈറ്റിൽ എത്തുമ്പോഴേക്കും 35,784 കിലോമീറ്റർ യാത്ര കാരണം അത് ദുർബലമാകും. ദുർബലമായ സിഗ്നലുകൾ സാറ്റലൈറ്റ് ആംപ്ലിഫയറിൽ ഘടിപ്പിച്ച് ട്രാൻസ്പോർട്ടർ ദുർബലമായ ഇൻകം സിഗ്നലുകളുള്ള ശക്തമായ റീട്രാൻസ്മിഷൻ സിഗ്നലുകളുടെ സാധ്യമായ ഇടപെടൽ ഒഴിവാക്കാൻ മറ്റൊരു ഫ്രീക്വൻസി ഭൂമിയിലേക്ക് വീണ്ടും ട്രാൻസ്മിഷൻ ചെയ്യുന്നു. ഒരു ട്രാൻസ്പോർട്ടിന് സാധാരണയായി 48,000 ബിറ്റ്സ് പെർ സെക്കൻഡ് 1200 വോയിസ് പിന്തുണയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ 64 കിലോ ബിറ്റ്സ് പെർ വീതമുള്ള 400 ഡിജിറ്റൽ ചാനലുകൾ. ഒരു സാറ്റലൈറ്റിന് ധാരാളം ട്രാൻസ്പോർട്ടുകളുണ്ട്. അതിനാൽ
ഒരൊറ്റ സാറ്റലൈറ്റിന് വലിയ ഡാറ്റ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഉണ്ട്. സാറ്റലൈറ്റ് ട്രാൻസ്മിഷന് 3 ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ടെലിവിഷൻ ഡിസ്ട്രിബ്യൂഷൻ, ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ ട്രാൻസ്മിഷൻ, പ്രൈവറ്റ് ബിസിനസ് നെറ്റ്വർക്ക്. അടുത്തതായി അവയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചർച്ച ചെയ്യാം. അഡ്വാൻറ്റേജ്: സാറ്റലൈറ്റ് അടിസ്ഥാനപരമായി ഒരു വലിയ പ്രദേശത്തെ ഏത് പോയിന്റിൽ നിന്നും ദൃശ്യമാക്കുന്ന ഒരു മൈക്രോവേവ് റിലേ സ്റ്റേഷനാണ്. അതിനാൽ ആ പ്രദേശത്ത് ക്രമരഹിതമായി തിരഞ്ഞെടുത്ത ഏതെങ്കിലും 2 പോയിന്റുകൾക്കിടയിൽ ഡാറ്റ ട്രാൻസ്മിഷൻ സംഭവിക്കും. രണ്ടാമത്തെ പോയിന്റ്: ഈ 2 പോയിന്റുകളും സാറ്റലൈറ്റിൻ്റെ കവറേജ് ഏരിയയ്ക്കുള്ളിൽ ഉള്ളിടത്തോളം ഡാറ്റ ട്രാൻസ്മിഷൻ ചെലവുകൾ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തു നിന്നും സ്വതന്ത്രമായിരിക്കും. മൂന്നാമത്തേത്: ധാരാളം ട്രാൻസ്പോർട്ടുകളുള്ള ഒരു സാറ്റലൈറ്റിന് വലിയ ഡാറ്റ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഉണ്ട്. നാലാമത്തേത്: സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പിശക് കണ്ടെത്താൻ നിസ്സാരമാണ്. കാരണം ഒരു ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷന് സ്വന്തം ട്രാൻസ്മിഷൻ തിരികെ ലഭിക്കുകയും സാറ്റലൈറ്റ് ഡാറ്റ കൃത്യമായി കൈമാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ അതിന് ഡാറ്റ വീണ്ടും കൈമാറാൻ കഴിയും. അഞ്ചാമത്തെ പോയിന്റും അവസാനത്തെ അഡ്വാൻറ്റേജും: അവർ വയർലെസ് ആശയവിനിമയത്തെ പിന്തുണയ്ക്കുന്നതിനാൽ കേബിളുകൾ സ്ഥാപിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഭൂമി കുലുക്കേണ്ടതുമുള്ള ചെലവ് ആവശ്യമില്ല. അടുത്തത് ഡിസഡ്വാൻറ്റേജ് 3 വരുന്നുണ്ട്. ആദ്യത്തേത്: ഒരു സാറ്റലൈറ്റിനെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനുള്ള ആരംഭ ചെലവ് വളരെ ഉയർന്നതാണ്. രണ്ടാമത്തേത്: മൈക്രോവേവ് സിഗ്നലുകൾ ഭൂമിയിലെ സ്റ്റേഷനിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് പിന്നീട് ഭൂമിയിലെ സ്വീകരിക്കുന്ന സ്റ്റേഷനിലേക്കും വളരെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇത് സെൻഡറിനും റിസീവറിനും തമ്മിലുള്ള ഡാറ്റ പ്രചരണത്തിന് ഏകദേശം 270 മില്ലി സെക്കൻഡ് കാലതാമസമുണ്ടാകുന്നു. അവസാന പോയിന്റ്: സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ട്രാൻസ്മിഷനായി സാറ്റലൈറ്റ് അയച്ച ഡാറ്റ സാറ്റലൈറ്റിൻ്റെ ഏരിയ കവറേജുള്ള എല്ലാ സ്വീകരിക്കുന്ന സ്റ്റേഷനുകളിലേക്കും സ്വയമേ ട്രാൻസ്മിഷൻ ചെയ്യുന്നു. അതിനാൽ വിവരങ്ങളുടെ അനധികൃത പ്രവേശനം തടയുന്നതിന് പ്രത്യേക സുരക്ഷാ നടപടികൾ ആവശ്യമാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.